+2 മെയിൻസും അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ പ്രിലിമിനറി വരാൻ പോകുന്ന പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് എന്ന രീതിയിലാണ് നമ്മുടെ മൻസൂർ അലി സാറ് ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് നമ്മുടെ തൊഴിൽ വീതിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 25 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ കയ്യിലൊരു ബുക്കും പേപ്പറും ഒക്കെ ആയിട്ടിരിക്കുക. വളരെ പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് എന്നുള്ള 25 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലോകമേ തറവാട് കലാപ്രദർശന വേദി എവിടെയാണെന്നാണ് ചോദ്യം. എന്താണ് ലോകമേ തറവാട് കലാപ്രദർശന വേദി എവിടെയെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്യുക. അറിയാമെന്നുള്ളൊരു മാർക്ക് ചെയ്യുക, ഇല്ലാത്തവരെന്ത് ചെയ്യുക, ഉത്തരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോകമേ തറവാട് കലാപ്രദർശന വേദി എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ആലപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ലോകമേ തറവാട് കലാപ്രദർശന വേദി ആലപ്പുഴയാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജാവത് ചുഴലിക്കാറ്റിനു പേര് നൽകിയ രാജ്യം ഏതാണ്? ജാവത് ചുഴലിക്കാറ്റിനു പേര് നൽകിയ രാജ്യം ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, സൗദി അറേബ്യയാണ് കേട്ടോ. ജാവത് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ് ജാവത് എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വീടുകളിൽ സോളാർ നിലയം സ്ഥാപിക്കാൻ അനർട്ട് തുടക്കമിട്ട പദ്ധതിയുടെ പേരെന്താണ് ചോദ്യം. എന്താണ്? വീടുകളിൽ സോളാർ നിലയം സ്ഥാപിക്കാൻ അനർട്ട് തുടക്കമിട്ട പദ്ധതിയുടെ പേര് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ്. എന്താണ്? സൗര തേജസ് എന്നാണ് കേട്ടോ. അപ്പോൾ വീടുകളിൽ സോളാർ നിലയം സ്ഥാപിക്കാനായിട്ട് അനർട്ട് തുടക്കമിട്ട പദ്ധതിയുടെ പേരാണ് സൗര തേജസ്. അടുത്ത നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്ര സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണെന്നാണ്. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്ര സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനമാണെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എന്താണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്ര സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോം രീതിക്ക് സമഗ്ര നിയമപരിരക്ഷ ഒരുക്കിക്കൊണ്ട് വീട്ടിലിരുന്ന് ഓഫീസ് ജോലിക്ക് ഔദ്യോഗിക സ്വഭാവം കൊണ്ടുവരാൻ പോകുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം. വളരെ നല്ല ക്വസ്റ്റ്യനാണ്. വർക്ക് ഫ്രം ഹോം രീതിക്ക് സമഗ്ര സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വീട്ടിലിരുന്നുള്ള ഓഫീസ് ജോലിക്ക് ഔദ്യോഗിക സ്വഭാവം കൊണ്ടുവരാൻ പോകുന്ന രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഇന്ത്യ തന്നെയാണത്. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. തീവ്രവാദികൾ ഉണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2021 ഡിസംബറിൽ സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിൽ 14 ഗ്രാമീണർ കൊല്ലപ്പെട്ട സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഇതൊക്കെ കറണ്ട് അഫെയർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. തീവ്രവാദികൾ ഉണ്ടെന്നുള്ള വിവരത്തിൽ എന്ത് ചെയ്തു? 2021 ഡിസംബറിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു വെടിവെപ്പിൽ, സുരക്ഷാസേന നടത്തിയിട്ടുള്ള വെടിവെപ്പിൽ 14 ഗ്രാമീണർ കൊല്ലപ്പെട്ട സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതേത് സംസ്ഥാനമാണ്? നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമായിട്ടുള്ള നാഗാലാൻഡാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, നാഗാലാൻഡാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം 2021 ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2021 ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. ഇതിൻ്റെ ശരി ഉത്തരം ഏതാണ്? നമ്മുടെ അർജൻറ്റീനയാണ് കേട്ടോ. അപ്പോൾ 2021 ജൂനിയർ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? അത് നമ്മുടെ അർജൻറ്റീനയാണെന്ന് അറിഞ്ഞിരിക്കുക. എട്ടാമത്തെ ചോദ്യം എന്താണ്? 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ കൂനൂരിൽ, വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ആണ്. 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട സംയുക്ത സേന മേധാവിയുടെ പേര് എന്നതാണ് ചോദ്യം. അതാണ് 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട സംയുക്ത സേന മേധാവിയുടെ പേര് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് ബിപിൻ റാവത്ത് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബിപിൻ റാവത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടുത്ത 9ാമത്തെ ചോദ്യം എന്താണ്? സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നോൺ അക്കാദമിക് ജൂനിയർ റെസിഡൻറ്റിനെ നിയമിച്ച് 2021 ഡിസംബറിൽ ഉത്തരവിറക്കിയ സംസ്ഥാനം എന്നാണ് ചോദ്യം. എന്താണ്? സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നോൺ അക്കാഡമിക് ജൂനിയർ റെസിഡൻറ്റിനെ നിയമിച്ച് 2021 ഡിസംബറിൽ ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, കേരളം തന്നെയാണ്. അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 2021 സർവേ അനുസരിച്ച് രാജ്യത്ത് തൊഴിൽ നൈപുണ്യമുള്ള യുവാക്കളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? എന്താണ്? 2021 സർവേ അനുസരിച്ച് രാജ്യത്ത് തൊഴിൽ നൈപുണ്യമുള്ള യുവാക്കളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ 10ാമത്തെ ചോദ്യം. ഏതാണ് സംസ്ഥാനം? നമ്മുടെ മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ രാജ്യത്ത് 2021 സർവേ അനുസരിച്ച് ഏറ്റവും കൂടുതൽ തൊഴിൽ നൈപുണ്യമുള്ള യുവാക്കളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, നമ്മുടെ മഹാരാഷ്ട്രയാണെന്ന് അറിഞ്ഞിരിക്കുക.
അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2021 ബാലൻഡിയോർ പുരസ്കാര ചടങ്ങിൽ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്ത ആരെന്നാണ് ചോദ്യം. എന്താണ് 2021 ബാലൻഡിയോർ പുരസ്കാരദാന ചടങ്ങിൽ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്തത് ആരെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഡോണറുമ എന്നാണ് കേട്ടോ. ഡോണറുമയാണ് എന്ത് ചെയ്തിട്ടുള്ളത് 2021 ബാലൻഡിയോർ പുരസ്കാരദാന ചടങ്ങിൽ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്ത ആരെയാണ്? ഡോണറുമയാണെന്ന് അറിഞ്ഞിരിക്കുക. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ട്വിറ്ററിൻ്റെ CEO ആയ ഇന്ത്യൻ വംശജൻ്റെ പേരെന്താണ് ചോദ്യം. അപ്പോൾ ട്വിറ്ററായി പിന്നെ ഗൂഗിളിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ CEO ആണുള്ളത്. ഒരുപാട് പ്രധാനപ്പെട്ട കമ്പനികളിലെല്ലാം നമ്മുടെ ഇന്ത്യൻ CEOs ആണുള്ളത്. അപ്പോൾ ട്വിറ്ററിൻ്റെ CEO ആയിട്ട് ചുമതലയെടുത്ത നിലവിലത്തെ ഇന്ത്യൻ വംശജൻ്റെ പേരാണ് പരാഗ് അഗർവാൾ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, പരാഗ് അഗർവാൾ. നമ്മുടെ ഗൂഗിളിൻ്റെ CEO ആണ് ആര്? നമ്മുടെ സുന്ദർ പിച്ചെ കേട്ടോ. ഗൂഗിളിൻ്റെ CEO ആണ് ആര്? സുന്ദർ പിച്ചെ ഗൂഗിളിൻ്റെ CEO ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പരാഗ് അഗർവാളാണ് ആര്? നമ്മുടെ ട്വിറ്ററിൻ്റെ CEO ആണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് പരാഗ് അഗർവാൾ. അടുത്ത 13ാമത്തെ ചോദ്യം. പാരീസിൽ നടന്ന ആർച്ചറി ലോകകപ്പിൽ ട്രിപ്പിൾ സ്വർണം നേടി ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ പേരെന്താണ് ചോദ്യം. എന്താണ് പാരീസിൽ നടന്ന ആർച്ചറി ലോകകപ്പിൽ ട്രിപ്പിൾ സ്വർണം നേടിക്കൊണ്ട് ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ പേരെന്താണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ദീപിക കുമാരിയാണ് കേട്ടോ. അപ്പോൾ ദീപിക കുമാരിയാണ് പാരീസിൽ നടന്ന ആർച്ചറി ലോകകപ്പിൽ ട്രിപ്പിൾ സ്വർണം നേടിക്കൊണ്ട് ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വനിതയാണ് നമ്മുടെ ദീപിക കുമാരിയാണെന്ന് അറിഞ്ഞിരിക്കുക. 14ാമത്തെ ചോദ്യം. ഇക്കൂട്ടത്തിൽ ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ 10 വിക്കറ്റും സ്വന്തമാക്കിയ ബോളർമാർ ആരൊക്കെയെന്നാണ്. ഇക്കൂട്ടത്തിൽ ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ 10 വിക്കറ്റും സ്വന്തമാക്കിയ ബോളർമാർ ആരൊക്കെയെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അനിൽ കുംബ്ലെ ഉണ്ട്, അജാസ് പാട്ടേൽ ഉണ്ട്, കപിൽ ദേവ് ഉണ്ട്, ജിം ലോക്കർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ അനിൽ കുംബ്ലെ ശരി ഉത്തരമാണ്, അജാസ് പാട്ടേൽ ശരി ഉത്തരമാണ്, ജിം ലേക്കർ ശരി ഉത്തരമാണ്, കപിൽ ദേവ് ഇതിനകത്ത് ഉൾപ്പെടുന്ന ആളല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1, 2, 4 ഓക്കെ അല്ലേ. അപ്പോൾ ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ 10 വിക്കറ്റും സ്വന്തമാക്കിയ ബോളർമാർ ഏതൊക്കെയാണ്? അനിൽ കുംബ്ലെ, അജാസ് പാട്ടേൽ, അതേപോലെ ജിം ലേക്കർ. അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2021 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2021 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 120 കേട്ടോ. അപ്പോൾ 120 സ്ഥാനമാണ് ഇതിനുള്ളത് ഇന്ത്യക്ക്. സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 120 അറിഞ്ഞിരിക്കുക. 16ാമത്തെ ചോദ്യം. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കുട്ടികളിൽ രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ബാല്യം പദ്ധതി നടപ്പിലാക്കിയ ജില്ല എന്നാണ് ചോദ്യം. എന്താണ് നമ്മുടെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കുട്ടികളിൽ രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ബാല്യം പദ്ധതി നടപ്പിലാക്കിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് രാജ്യമാണ്? ഏത് ജില്ലയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ മലപ്പുറത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കുട്ടികളിൽ രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ബാല്യം പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? മലപ്പുറമാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ബാല്യം മലപ്പുറം. അടുത്ത 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ വാരാന്ത്യ അവധി ദിവസങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ദേശീയ പ്രവൃത്തി ദിവസം 5 ദിവസങ്ങളിൽ താഴെയാക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സർക്കാർ ജീവനക്കാരുടെ വാരാന്ത്യ അവധി ദിവസങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ദേശീയ പ്രവൃത്തി ദിവസം 5 ദിവസങ്ങളിൽ താഴെയാക്കുന്ന ആദ്യ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് രാജ്യമാണ്? നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, UAE അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായിയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? സർക്കാർ ജീവനക്കാരുടെ വാരാന്ത്യ അവധി ദിവസങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ദേശീയ പ്രവൃത്തി ദിവസം 5 ദിവസങ്ങളിൽ താഴെയാക്കുന്ന ആദ്യ രാജ്യമാണ് ഏത്? നമ്മുടെ UAE എന്ന് അറിഞ്ഞിരിക്കുക. 18ാമത്തെ ചോദ്യം. 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളെ ആദരിച്ചുകൊണ്ട് സ്മാരകവും മ്യൂസിയവും നിലവിൽ വരുന്ന അംബാല ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1-ാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളെ ആദരിച്ചുകൊണ്ട് സ്മാരകവും മ്യൂസിയവും നിലവിൽ വരുന്ന അംബാല ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അംബാല എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഹരിയാനയാണ് കേട്ടോ. അപ്പോൾ അംബാല ഹരിയാനയിലാണ്. 1-ാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളെ ആദരിച്ചുകൊണ്ട് സ്മാരകവും മ്യൂസിയവും നിലവിൽ വരുന്ന അംബാല ഏത് സംസ്ഥാനത്തിലാണ്? ഹരിയാനയിലാണെന്ന് അറിഞ്ഞിരിക്കുക. 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത ജില്ല എന്നാണ് ചോദ്യം. എന്താണ് സംസ്ഥാനത്ത് ആദ്യമായി ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, എറണാകുളമാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത എവിടെയാണ്? എറണാകുളത്താണെന്ന് അറിഞ്ഞിരിക്കുക. 20ാമത്തെ ചോദ്യം. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച പ്രശസ്ത പിന്നണി ഗായകൻ ആരെന്നാണ് ചോദ്യം. എന്താണ് മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2020
2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച പ്രശസ്ത പിന്നണി ഗായകനാണ് ആര്? നമ്മുടെ പി ജയചന്ദ്രനാണ് 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച പ്രശസ്ത പിന്നണി ഗായകനെന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട ചോദ്യമാണ്. 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചലച്ചിത്രം ഏതാണ്? ഓക്കെ, അപ്പോൾ മലയാളത്തിലെ ചിലവേറിയ ചലച്ചിത്രം ഏതാണ്? സിനിമ കണ്ടവർക്കെല്ലാം അറിയാം. അത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ് കേട്ടോ. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചലച്ചിത്രം എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2021 ഡിസംബറിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടക്കുന്ന നഗരം ഏതാണ്? എന്താണ് ചോദ്യം? 2021 ഡിസംബറിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടക്കുന്ന നഗരം ഏതെന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം. നിങ്ങൾ ശരി ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ലിവർപൂളിലാണ് കേട്ടോ. അപ്പോൾ ലിവർപൂളിലാണ് ഡിസംബറിൽ എന്ത് ചെയ്യുന്നത്? G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്ന നഗരം ഏതാണ്? നമ്മുടെ ലിവർപൂൾ ആണെന്ന് അറിഞ്ഞിരിക്കുക. 23ാമത്തെ ചോദ്യം തെങ്ങിൻ തോട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ് ചോദ്യം? എന്താണ്? തെങ്ങിൻ തോട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്തെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കേരഗ്രാമമാണ് കേട്ടോ. അപ്പോൾ തെങ്ങിൻ തോട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് കേരഗ്രാമം. 24ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വേദനയില്ലാതെ 1 മിനിറ്റ് കൊണ്ട് മരണം സംഭവിക്കുന്ന ആത്മഹത്യാ പോഡുകൾക്ക് അനുമതി നൽകിയ രാജ്യം ഏതാണ്? വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു പ്രോഗ്രാമാണിത്. എന്ന് വെച്ചാൽ മരണമില്ലാതെ, നമ്മുടെ വേദന ഇല്ലാതെ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു വ്യക്തി മരിക്കും. ആ ഒരു മെഷീനകത്ത് കയറിയിട്ട് അകത്ത് നിന്നൊരു സ്വിച്ച് ഇടുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ വേദനയില്ലാത്ത മരണം, ഏറ്റവും സ്പീഡസ്റ്റ് ഡെത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേദനയില്ലാതെ 1 മിനിറ്റ് കൊണ്ട് മരണം സംഭവിക്കുന്ന ആത്മഹത്യാ പോഡുകൾക്ക് അനുമതി, അതും ഗവൺമെൻറ് അനുമതി നൽകിയ രാജ്യം ഏതാണ്? നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ചോദ്യം സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ്? എന്താണ്? സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ തിരുവനന്തപുരമാണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 25 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. പഠിക്കുക, വീണ്ടും ആവർത്തിച്ച് കേട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പറയുക. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഏകദേശം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇനിയും കവർ ചെയ്യാനുണ്ട്. തുടർന്ന് ഇനിയുമുള്ള ദിവസങ്ങളിൽ ആ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും പുതിയ ക്ലാസ്സുകൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്തായാലും പുതിയ ക്ലാസ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.